ഹായ്. 90% ആളുകൾക്കും ആരും ഇല്ലാത്തത് അല്ല ഒറ്റപ്പെടൽ. അവരുടെ പ്രിയപ്പെട്ട ആ ഒരാൾ ഇല്ലാത്തതാണ്. ആത്മാർത്ഥമായി നിങ്ങൾ സ്നേഹിച്ച വ്യക്തി, അത് ചിലപ്പോൾ തൻ്റെ മാതാപിതാക്കളായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം, കൂട്ടുകാരായിരിക്കാം, അതുമല്ലെങ്കിൽ ഹൃദയം കൊടുത്ത് സ്നേഹിച്ച ഭാര്യയോ ഭർത്താവോ ലവറോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം. അത് ആരോ ആവട്ടെ, ആ വ്യക്തിയിൽ നിന്ന് ഏൽക്കുന്ന ഒറ്റപ്പെടലിൻ്റെ ആഘാതം വളരെ വലുതാണ്. തൻ്റെ മനസ്സിൻ്റെ വിങ്ങലുകളെ, വിതുമ്പലുകളെ നെഞ്ചോട് ചേർത്തിരുന്ന ആ ഒരാൾ തന്നോടൊപ്പം ഇല്ല എന്ന സത്യം മനസ്സ് ഉൾക്കൊണ്ട് അതിനെ അതിജീവിക്കുന്നത് വരെയുള്ള നിമിഷങ്ങൾ ശരിക്കും ഭ്രാന്തമായിരിക്കും. പലരും ഒറ്റയ്ക്കാവുന്നത് ഒരു പേടിയോടെയാണ് കാണുന്നത്. ഈ പേടി കാരണം എല്ലാം സഹിച്ച് മുന്നോട്ട് പോകുന്ന എത്രയോ ബന്ധങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പലതരത്തിൽ ഒറ്റപ്പെടുന്നുണ്ട്. ചിലർ തങ്ങളെ സ്വയം കുറ്റപ്പെടുത്തുന്നു. ഉദാഹരണത്തിന്, ക്ലാസ് മുറികളിൽ ഒറ്റപ്പെടുന്നത്. ഒരു കൂട്ടം കുട്ടികൾ ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയാണ് എന്ന് വിചാരിക്കുക. ഒരാൾ പെട്ടെന്ന് കടന്നു വരുമ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നവർ സംസാരം നിർത്തിയാൽ കടന്നു വന്നവൻ മാനസികമായി ചിന്തിക്കും, ഇവർ എന്നെക്കുറിച്ചായിരിക്കും പറഞ്ഞുകൊണ്ടിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ കയറി വന്നപ്പോൾ ആ വർത്തമാനം സ്റ്റോപ്പിട്ടത്. ഇങ്ങനെ ചിന്തിക്കുന്നവർ എല്ലാ കൂട്ടത്തിലുമുണ്ട്. സത്യത്തിൽ ഇവർ ഒറ്റപ്പെടൽ അവർക്ക് വേണ്ടി സ്വയം നിർമ്മിക്കുകയാണ്. ഇക്കൂട്ടരുടെ മറ്റൊരു സ്വഭാവമാണ് ഓവർ തിങ്കിങ്. ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ ഇവർ പലതരത്തിൽ ചിന്തിച്ച് സങ്കടങ്ങളും സന്തോഷങ്ങളും ഉണ്ടാക്കും. ചില കൂട്ടർ മാക്സിമം മറ്റുള്ളവരോടൊപ്പം കൂടാനും സന്തോഷം കണ്ടെത്താനും ശ്രമിക്കുന്നു. പക്ഷേ അവരുടെ എന്തെങ്കിലും കുറവുകൾ കണ്ടെത്തി, ചിലപ്പോൾ അവർ പറഞ്ഞതിലെ എന്തെങ്കിലും കുറവുകൾ എടുത്തു പറഞ്ഞ് ട്രോളി അങ്ങനെ ഒറ്റപ്പെടുത്തുന്നവരുമുണ്ട്. ഒറ്റപ്പെടുത്തി മാനസികമായി തകർത്തി പഠിക്കാനോ സംസാരിക്കാനോ ചിരിക്കാനോ പറ്റാത്ത അവസ്ഥയിലാക്കുന്നു. ഒരുപാട് പേർ തനിക്ക് ചുറ്റും വേണമെന്ന ആഗ്രഹം മനസ്സിൽ നിറച്ചുകൊണ്ട് ഒറ്റപ്പെടുന്നവർ വളരെ നിസ്സഹായരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വരും. ഇവർ കടുത്ത മാനസിക പ്രശ്നത്തിലേക്ക് പോകുകയും ജീവിതം ജീവിച്ചു തീർക്കാൻ വളരെ പ്രയാസം അനുഭവിക്കുന്നവരുമായിരിക്കും. വിഷാദവും നിരാശയും പിടികൂടിയ ഇവർ മരണത്തിൻ്റെ വക്കിലായിരിക്കും. ഇങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, താങ്ങാവുന്നതിലധികം വിഷമമുള്ളപ്പോൾ നിങ്ങൾ ഒരിക്കലും തനിച്ചിരിക്കരുത്. അത് ചിലപ്പോൾ മരണത്തിലേക്കുള്ള വഴി തെളിയിക്കും. നിങ്ങളുടെ ഒറ്റപ്പെടലിൻ്റെ വേദന ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല, ജീവിതത്തിൽ ഒറ്റപ്പെട്ട ഒരാൾക്കല്ലാതെ. ഒറ്റപ്പെടലിനോട് പൊരുത്തപ്പെടാൻ കഴിയാത്തവർ, ഒറ്റപ്പെടലിനെ ധൈര്യപൂർവ്വം നേരിടാൻ കഴിയാത്തവർ, ഒറ്റപ്പെടലിനെ അതിജീവിക്കാൻ പറ്റാത്തവർ, ഒറ്റപ്പെടൽ മനസ്സ് താളം തെറ്റിക്കുന്നവർ എല്ലാം എപ്പോഴും ഒരു കൂട്ടായിരിക്കാൻ ശ്രമിക്കൂ. ഇത്തരത്തിൽ മാനസികമായി തകർന്നവരെ ഒറ്റപ്പെടുത്താതെ അവർക്ക് എപ്പോഴും ഒരു സപ്പോർട്ടുമായി നിങ്ങളുണ്ടാവുമെന്ന വിശ്വാസത്തോടെ. ബൈ മോട്ടിവേഷൻ മലയാളം.